നമസ്കാരം. UDF-ന് കിട്ടിയ 102 സീറ്റ് അത് പ്രതിപക്ഷ നേതാവ് VD സതീശനോ UDF-ഓ പണിയെടുത്തത് കൊണ്ട് കിട്ടിയ ഒരു റിസൾട്ട് ഒന്നുമല്ല. മറിച്ച് മാധ്യമങ്ങൾ അവർക്കൊപ്പം നിന്നപ്പോൾ, മാധ്യമങ്ങൾ നല്ല പണിയെടുത്തപ്പോൾ, മാധ്യമങ്ങൾ LDF സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും വ്യാജ വാർത്തകൾ പടച്ചുവിട്ടപ്പോൾ അത് കറക്റ്റായി പോയി ജനങ്ങളിൽ കൊണ്ടതിന്റെ റിസൾട്ടാണ് ഈ 102 സീറ്റ് എന്ന് പറയുന്നത്. അതായത് നുണക്കഥകൾ പറഞ്ഞും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുമൊക്കെ UDF-ന് മാധ്യമങ്ങൾ നേടിക്കൊടുത്തതാണ് ഈ 102 എന്ന് പറയുന്ന നമ്പർ. അപ്പോ തീർച്ചയായും മാധ്യമങ്ങളുടെ ഒരു പ്രതിബദ്ധതയൊക്കെ UDF കാണിക്കണം. അതൊക്കെ കാണിക്കുമെന്ന് നമ്മുടെ മാധ്യമങ്ങൾ വിചാരിച്ചു. പക്ഷേ അധികാരം കിട്ടിയപ്പോൾ, പാലം കടന്നു കഴിഞ്ഞപ്പോൾ ഈ നാരായണ എന്ന് പറഞ്ഞു നടന്ന UDF ഇപ്പോ കൂരായണ എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് ഞാനല്ല, ഇവരെ ചുമന്നുകൊണ്ട് കിടന്ന മാധ്യമങ്ങൾ തന്നെയാണ്. ഇപ്പോ സ്മൃതി പരുത്തിക്കാടും വിനു വി ജോണും ഷാജൻ സ്കറിയും ഒക്കെ ഒന്നിച്ചിരുന്ന് ഒരുമിച്ച് മോങ്ങുകയാണ്. ഞങ്ങളൊന്നും വിചാരിച്ച പോലെ ഒന്നുമല്ല ഇവര് എന്നാണ് പറയുന്നത്. വിനു വി ജോൺ പറയുകയാണ്, അതായത് എത്ര പെട്ടെന്നാണ് ഈ നേതാക്കളൊക്കെ മാറുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നേതാക്കളൊക്കെ ഇങ്ങനെ മാറുമെന്ന് പാവങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം G. സുധാകരന്റെ ഒരു വാർത്ത എടുക്കാൻ വേണ്ടി റിപ്പോർട്ടറിന്റെ മനീഷ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ പോവുകയും ഇതൊരു തേർഡ് റേറ്റ് പണിയാണെന്ന രീതിയിൽ വളരെ മോശമായിട്ട് G. സുധാകരൻ ഒരു പ്രതികരണം നടത്തുകയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പ്രതികരണം നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലെ. അത് കണ്ടപ്പോഴാണ് ഇവിടെ സ്മൃതി പരുത്തിക്കാരനൊക്കെ ഒരു കാര്യം മനസ്സിലായത്. അയ്യോ, ഇവരൊക്കെ ഇങ്ങനെ ഇത്തരക്കാരാണോ എന്ന് ഇപ്പൊ അങ്ങനെയൊക്കെ പറയാണ്. എല്ലാവരും പ്രതിഷേധിക്കും, നിങ്ങൾ എല്ലാവരും പ്രതിഷേധിക്കുക എന്നൊക്കെ ഇവരൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് ജനങ്ങൾ പറയുന്നത് അനുഭവിക്കുന്നാണ്. നിങ്ങൾ തന്നെ അങ്ങനെ വിളിച്ചു വരുത്തിയതല്ലേ, ഇനി അനുഭവിക്കുന്നാണ് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പൂപ്പാറയിൽ ഒരു വിഷയം ഉണ്ടായി, നമ്മൾ എല്ലാവരും കണ്ടു അല്ലെ. അപ്പൊ അവരൊക്കെ എന്താ പറയണെന്ന് അറിയൂ? അയ്യോ, പിണറായി വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുകയാണ്. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും 5 വർഷം അനുഭവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോ ഈ G. സുധാകരൻ തേർഡ് റേറ്റ് പണി എന്ന് ഈ മാധ്യമ പ്രവർത്തനത്തെ വിശേഷിപ്പിച്ചിട്ട് ആകെ ഈ പറയുന്ന പോലെ KWJ മാത്രമാണ് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. വേറെ ആരും ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതായത് ഇതൊക്കെ ഇറന്നു മേടിച്ചതല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രതിഷേധമൊന്നും രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ഞെട്ടാനും പ്രതിഷേധം രേഖപ്പെടുത്താനൊന്നും വയ്യ എന്ന് തന്നെയാണ് ഒട്ടുമിക്ക മാധ്യമ സംഘടനകളും ഒക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള M. ശിവപ്രസാദ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കണം കണ്ടു. അത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇങ്ങനെയാണ് ശിവപ്രസാദ് പറയുന്നത്: മാധ്യമങ്ങൾക്ക് ഒരു തുറന്ന കത്ത്. UDF-ന്റെ ഇപ്പോഴത്തെ പ്രമുഖ നേതാവ് ശ്രീ G. സുധാകരൻ മുന്നണിയിലും ഭാര്യ ജൂബിലി ടീച്ചർ പിന്നണിയിലും നിന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് ഇത് തേർഡ് റേറ്റ് പണിയാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് 24 മണിക്കൂർ തികയുന്നു. പത്രപ്രവർത്തക യൂണിയന്റെ ഒരു പ്രസ്താവന അല്ലാതെ ഇടതുപക്ഷത്തിനെതിരെ സാധാരണയായി ആത്മരോഷം കൊണ്ട് ജ്വലിക്കുന്ന ഒരു മാധ്യമ പ്രമുഖനും ഇതുവരെ പ്രതികരിച്ചു കണ്ടില്ല. ഒരാൾ UDF ആയാൽ എന്തുമാകാം എന്ന കാരുണ്യം നിർബാധം തുടരുകയാണ് ഇപ്പോഴും മാധ്യമങ്ങൾ. ഇടതുപക്ഷം എല്ലാ വിമർശനങ്ങളെയും സ്വീകരിക്കുന്ന പക്ഷമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെക്കാൾ ആവേശത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കച്ചകെട്ടി ഇറങ്ങിയ മാധ്യമ സംഘത്തെ നാം കണ്ടതാണ്. എങ്ങനെയും ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്ന ഒറ്റ ചിന്തയിൽ ചെറിയ കാര്യങ്ങളെ പോലും പർവ്വതീകരിച്ചും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വാർത്തയായി പ്രചരിപ്പിച്ചും ഓവർ ടൈം പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ ഗൗരവമുള്ളതാണെന്ന് തോന്നാനേ സാധ്യതയില്ല. ഇടതുപക്ഷ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളെ കൊത്തിവലിക്കാൻ മാധ്യമങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യം മാധ്യമപ്രവർത്തകനെ ആക്ഷേപിക്കാൻ തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന ശ്രീ G. സുധാകരന്റെ ഭാര്യയ്ക്കെതിരെ മാധ്യമങ്ങൾ നടത്തില്ല എന്നറിയാം. വായിൽ തുപ്പിയാലും തുപ്പുന്നത് UDF ആണെങ്കിൽ അമൃതായി കാണുന്ന വലതു മാധ്യമ പ്രവർത്തന ശൈലി പുതിയ കാലത്തെ മാധ്യമ ധാർമ്മികതയായി വാഴ്ത്തപ്പെടട്ടെ എന്നാണ് ശിവപ്രസാദ് എന്തായാലും പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതായത് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിട്ട്, ഒരു പ്രതികരണം നടത്തിയിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് അവർ അനുഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു പക്ഷം പല മാധ്യമ സംഘടനകളും ഉണ്ട്. രണ്ടാമത്തെ ആളുകൾ മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നത് തന്നെയാണ്. വലതുപക്ഷ മാധ്യമങ്ങൾ സത്യത്തിൽ ആകെ ഞെട്ടലിലാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അതായത് ഇവർക്ക് അങ്ങ് അധികാരം കിട്ടിയപ്പോൾ കുതിരയ്ക്ക് കൊമ്പ് കിട്ടിയ പോലെ ആയിരിക്കുകയാണ്. അതായത് ഇന്നത്തെ തന്നെ മാത്യു കുഴൽനാടൻ തന്നെ മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞത്? ഞങ്ങള് മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യം തീരുമാനിക്കും, ഞങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം എന്താ എന്നാണ് പറയുന്നത്. അത് കണ്ടപ്പോഴാണ് വിനു ബി ജോണിന് അങ്ങ് ദേഷ്യം കയറിയത്. വിനു ബി ജോൺ പറഞ്ഞു, നേരത്തെ മുതൽ പല വാർത്തകളും ഇടതുപക്ഷത്തിനെതിരെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടും ഇടതുപക്ഷത്തിനെതിരെയുള്ള വാർത്തകളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ആളാണ് മാത്യു കുഴൽനാടൻ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നത് അല്ലെ. അവസാനം ഇപ്പൊ ഞങ്ങൾ എന്നിട്ട് ഓടിച്ചു എന്ന് പറയുന്ന ഒരു നിലവിളിയൊക്കെ നമ്മൾ കേട്ടു.
മാത്രമല്ല ഷാജൻസ്കറിയ പിണറായിസം എന്നൊക്കെ പറഞ്ഞ് ഇടത് വിരുദ്ധത തുപ്പലോട് തുപ്പലായിരുന്നു. ഇപ്പൊ പറയാണ് എനിക്ക് അങ്ങക്ക് അബദ്ധം പറ്റി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് മോങ്ങുകയാണ്. സത്യത്തിൽ ഇവരുടെയൊക്കെ മോങ്ങൽ കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് പല ജനങ്ങളും പറയുന്നത്. അതായത് ഇവരെ തെരഞ്ഞെടുത്ത് അയച്ച ആളുകളൊക്കെ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്താണ് തെരുവിൽ കാണുന്നത്? തെരുവ് യുദ്ധം നടക്കുകയല്ലേ. വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കുമെന്ന് പറഞ്ഞ് ഒരു വട്ടം ആളുകള് പ്രതിഷേധം നടത്തുന്നു, എന്തൊക്കെയോ ഫ്ലെക്സ് ഒക്കെ തല്ലിപ്പൊളിക്കുന്നു. നമ്മുടെ നാട്ടിൽ മുഴുവൻ സമാധാന അന്തരീക്ഷം തകർന്നിരിക്കുകയാണ്. ഇതിന്റെ പേരിലാണ് ഈ മുഖ്യമന്ത്രി കസേരയുടെ പേരും പറഞ്ഞാണ്. ഇനി ആരാവും മുഖ്യമന്ത്രി എന്ന് ചോദിച്ച് ചെല്ലുന്ന ആളുകളുടെ അടുത്ത് കയർത്തെന്ന് ആണ് ഇവര് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറയുകയാണ്, വഴിവിട്, മാറി നിൽക്ക്, ഞാൻ പോട്ടെ എന്നാണ് പറഞ്ഞത്. അത് പിണറായി വിജയൻ വല്ലതും ആയിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുക? കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് വാർത്ത റിപ്പോർട്ട് ചെയ്യും അല്ലെ? കഴിഞ്ഞ 10 വർഷം എന്തിന്റെ കുറവായിരുന്നു? ഒന്നിന്റെ കുറവുണ്ടായിരുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച ഒരു സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. എന്നിട്ടും മാധ്യമങ്ങൾ പറഞ്ഞ നുണക്കഥകളിൽ ഈ നാട്ടിലെ ജനങ്ങൾ പലരും പോയി വീണു. ഇപ്പോ ദാ അധികാരത്തിലേക്ക് എത്തിയില്ല, സത്യപ്രതിജ്ഞ ചെയ്തില്ല, അപ്പോ തന്നെ പൂപ്പാറയിൽ എന്താണ് കണ്ടത്? അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് അവിടുത്തെ അമ്മമാരും പിള്ളേരും ഒക്കെ കരയാണ്. കണ്ടിട്ട് സങ്കടം തോന്നിപ്പോയി, സത്യം പറയാനുള്ളൂ. അങ്ങനെ ഇത് തുടക്കം മാത്രമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. വരും ദിവസങ്ങളിൽ ഈ 5 വർഷം ഈ കേരളം നേരിടാൻ പോകുന്നത് അതിഭയാനകമായ ഒരുപാട് നിമിഷങ്ങളും ഒരുപാട് സംഭവങ്ങളുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ കേരള ന്യൂസ് 60 ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും ഈ 5 വർഷം എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇനി കേരള ന്യൂസ് 60 എന്ന് പറയുന്ന ഈ ചാനൽ ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്. അതായത് എന്ന് വെച്ച് 24 മണിക്കൂറും UDF വിമർശിക്കലല്ല. UDF ചെയ്യുന്നത് നല്ലതിനെ നല്ലതെന്ന് പറയും. UDF ചെയ്യുന്ന ജനദ്രോഹ പരിപാടികളെ വിരൽ ചൂണ്ടി തന്നെ ചോദിക്കും. ചോദ്യങ്ങൾ അത് ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒരുപാട് മാധ്യമ വേട്ടകൾ ഈ ഒരു UDF ഭരണകാലത്ത് ഉണ്ടാകുമെന്നറിയാം. അത് ഞങ്ങൾക്കെതിരെ ഉണ്ടാകുമെന്നറിയാം, ഞങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ഉണ്ടാകുമെന്നറിയാം, ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്നറിയാം. എന്നാലും ആ നഷ്ടങ്ങൾ സഹിച്ച് ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. മാത്രമല്ല ഇപ്പോ ഈ UDF അധികാരത്തിൽ വന്നപ്പോ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ, മാധ്യമങ്ങളെല്ലാം കൂട്ടമായി നിന്നിട്ട് ഇത് തരംഗമാണ്, അതാണ് ഇനി അങ്ങ് മിന്നിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോ ആദ്യം മിന്നിയത് ചുമന്നുകൊണ്ട് നടന്ന മാധ്യമങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ട് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സങ്കടമുണ്ടെങ്കിലും ഞാൻ ഈ തുടക്കം മുതൽ തന്നെ ഇവരുടെ പല ശൈലികളെയൊക്കെ എതിർത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇവരുടെ പല കാലഘട്ടങ്ങളിലൊക്കെ ഭരണം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നിന്റെ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷ ഭരണമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ജനങ്ങൾക്ക് തെറ്റുപറ്റിയാൽ കൊടുക്കേണ്ടി വരുന്നത് വലിയ വിലയാകുമെന്ന്. മാത്രവുമല്ലല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കൂ, UDFന്റെ ഭരണകാലത്ത് അവർ പറഞ്ഞത് എന്താണ് പ്രാവർത്തികമായിട്ടുള്ളത്? പെൻഷൻ കൊടുത്തിട്ടുണ്ടോ കറക്റ്റ് ആയിട്ട്? എന്തിന് പെൻഷൻ മാത്രമോ? നമ്മുടെ ആരോഗ്യ രംഗവും വിദ്യാഭ്യാസ രംഗവും തൊഴിൽ രംഗവും ടൂറിസം രംഗവും അങ്ങനെ ഓരോ രംഗത്തിന്റെയും അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണല്ലോ. എന്നിട്ടും ഇവിടെ ആ മേഖലകളെല്ലാം ഒന്നാമതാക്കിയ, അടച്ചുപൂട്ടലിന്റെ വക്കിൽ UDF കൊണ്ടുപോയി എത്തിച്ച് എല്ലാം തുറന്ന് അതെല്ലാം വിജയകരമാക്കി മാറ്റിയ ഒരു സർക്കാരിനെ ജനം വേണ്ടെന്ന് വെച്ചു. അപ്പൊ പിന്നെ ഈ 5 വർഷം കണ്ണുള്ളപ്പോഴല്ലേ കണ്ണിന്റെ വിലയറിയൂ. പൊന്നി അത് നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണെന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. മാധ്യമങ്ങൾ ഇനി വലിയ രീതിയിൽ തന്നെ വേട്ടയാടപ്പെടും. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് സംസാരിച്ചാലും എന്തു പറഞ്ഞാലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് അറിയാമല്ലോ. ഇത് തേർഡ് റേറ്റ് ജോലിയാണ് എന്ന് വരെ ഒരു മുൻ മന്ത്രി കൂടിയായ ഒരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള വിമർശനങ്ങൾ, ഏതൊക്കെ രീതിയിലുള്ള വൃത്തികെട്ട വാക്കുകളും മാധ്യമപ്രവർത്തകർ കേൾക്കേണ്ടി വരും. എന്തായാലും ഇതൊക്കെ ചോദിച്ച് മേടിച്ചതാണെന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.